പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ പേര് നോബി ടി ജെ. പ്രാങ്കി കിഡ്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളുമായിട്ട് അല്പസമയം സംവദിക്കാൻ കഴിഞ്ഞ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്ത്. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ സമയത്ത് ഞാൻ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള ചെറിയൊരു ആമുഖം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ രക്ഷിക്കപ്പെട്ട ഏതൊരു വേർപെട്ട ദൈവസഭയുടെയും ദൈവമക്കളുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഭാഗമുണ്ടെങ്കിൽ അത് ബൈബിളിലെ സങ്കീർത്തനമാണ്. നമ്മളെല്ലാവരും സഭായോഗത്തിൽ എപ്പോഴെല്ലാം നമ്മൾ സഭായോഗത്തിൽ പങ്കെടുത്താലൊക്കെയും മോശയെപ്പറ്റി അല്ലെങ്കിൽ ദാവീദിനെപ്പറ്റി പറയാത്ത ഒരു ഞായറാഴ്ച പോലും, കേൾക്കാത്ത ഒരു ഞായറാഴ്ച പോലും നമ്മളുടെ ജീവിതത്തിലില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വാസ്തവം. എന്നാൽ ഈ അടുത്ത കാലത്ത് ചില സിദ്ധാന്തങ്ങളും അതുപോലെയുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സഭകളിൽ, നമ്മുടെ സഭായോഗങ്ങളിൽ സങ്കീർത്തനം വായിക്കേണ്ട അല്ലെങ്കിൽ സങ്കീർത്തനം നമുക്ക് ഒഴിവാക്കണം എന്നുള്ള ഒരു ചിന്താഗതി പതിയെ ദൈവമക്കളുടെ ഇടയിലേക്ക് വന്നു എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ 19-20 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവേൻ. ഈ കൽപ്പന നമുക്ക് നൽകിയിരിക്കുന്നത് പുതിയ നിയമത്തിലാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 19, 20, 21 വാക്യങ്ങളിൽ നമുക്ക് ഈ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സങ്കീർത്തനങ്ങൾ പഴയ നിയമ കാലഘട്ടങ്ങളിലേപ്പോൾ തന്നെ പുതിയ നിയമ കാലഘട്ടങ്ങളിലും ദൈവമക്കൾക്ക്, ദൈവഭക്തരായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ആത്മീക ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ സങ്കീർത്തനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. സങ്കീർത്തനങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു കാരണമായിട്ട് അനേക ആത്മീയ ചിന്തകളെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മനോഹരമായിരിക്കുന്ന പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. ഈ സങ്കീർത്തന പുസ്തകങ്ങളിൽ തന്നെ ഏകദേശം 73-ൽ പരം സങ്കീർത്തനങ്ങൾ ദൈവപുരുഷനായ ദാവീദ് എഴുതിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മറ്റു ചില സങ്കീർത്തനങ്ങളുണ്ട്, അതായത് അതിൽ ഒരാളുടെയും പേര് കാണുന്നില്ല. എങ്കിൽ തന്നെയും അതിൻ്റെ ഘടനയും അതിൻ്റെ വാക്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനെയും നമുക്ക് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഏകദേശം 2004, 2005 കാലഘട്ടങ്ങളിലൊക്കെ, 2005 മുതൽ 2006 അങ്ങനെ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കേരളത്തിലായിരുന്ന സമയത്ത് ഞാൻ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കുമായി കടന്നു പോകുന്ന ഒരു സ്വതന്ത്ര ദൈവസഭയിൽ ചില സമയങ്ങളിലൊക്കെ എനിക്കും പ്രസംഗിക്കാനുള്ള ഭാഗ്യമൊക്കെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദുഃഖമുളവാക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ആ സമയത്ത് എനിക്ക് സമയം കിട്ടിയെങ്കിൽ തന്നെയും എനിക്ക് ആ സമയത്ത് വേണ്ട വിധത്തിൽ എനിക്ക് ഉപയോഗിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ വിക്കുള്ളതുകൊണ്ട് പലപ്പോഴും പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചില എന്താ പറയുന്നത്, ചില ക്ലാരിറ്റിക്കൊക്കെ കുറവൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് ആ പ്രസംഗം എനിക്ക് ചെയ്യുവാൻ പലപ്പോഴും എനിക്ക് കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ 2009 മുതൽ ഞാനിപ്പോൾ കോട്ട രാജസ്ഥാനിൽ ഞാനിവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇവിടെ ഒരു ബൈബിൾ സ്കൂളിൽ അധ്യാപകനായിട്ട് ഞാനിവിടെ സേവനമനുഷ്ഠിക്കുകയാണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള വിക്കോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ല. ദൈവത്തിൻ്റെ വലിയ കൃപ തന്നെയാണ്. കാരണം പൗലോസ് പറഞ്ഞിരിക്കുന്നു, ദൈവമായ കർത്താവ് ഈ ഭൂമിയിലെ ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കാതെ സാധാരണക്കാരെ മാത്രം അവൻ്റെ മഹിമയ്ക്ക് വേണ്ടി, അവൻ്റെ നാമത്തിന് വേണ്ടി ദൈവം അവൻ 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 അവൻ
അവൻ അവരെ സ്വീകരിക്കുന്ന, അവൻ അവരെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെപ്പറ്റി ചെറിയൊരു ആമുഖം നിങ്ങളുമായിട്ട് പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. തുടർന്ന് നമ്മൾ ഏകദേശം 10 ഭാഗങ്ങളിലായിട്ട് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെപ്പറ്റി ചെറിയൊരു പഠനം, ചെറിയൊരു ക്ലാസ് നമ്മളെടുക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തന പുസ്തകങ്ങൾ മൊത്തം പല സമയങ്ങളിൽ പലപ്പോഴായി വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഗ്രഹിക്കുവാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിലൊക്കെ സങ്കീർത്തനം 23 സങ്കീർത്തനത്തിൽ കൂടി ലഭ്യമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന പ്രയോജനം എൻ്റെ ജീവിതത്തിൽ അത്രമാത്രം വലിയതായിരുന്നു എന്ന് പറയുവാൻ ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം സമയക്കുറവിൻ്റെ പരിമിതി മൂലം, സമയക്കുറവുള്ളത് കൊണ്ട്. അങ്ങനെ ദൈവമക്കൾക്ക് എല്ലാവർക്കും അവരുടേതായിരിക്കുന്ന സാക്ഷ്യങ്ങൾ കാണും. ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സങ്കീർത്തനങ്ങളിൽ കൂടി നമ്മൾ പ്രാപിച്ച ആത്മീയമായിരിക്കുന്ന പോഷണങ്ങൾ എത്രമാത്രമായിരുന്നു എന്ന് ദൈവമക്കൾക്ക് എല്ലാവർക്കും പറയാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഏകദേശം ചില സത്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കും. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, എന്നാൽ ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ദൈവപുരുഷനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയ വ്യക്തിയായിരുന്നു. തനിക്ക് രാജാവായി വാഴുവാനുള്ള ഒരു അഭിഷേകവും നിയോഗവും എല്ലാം ലഭിച്ചെങ്കിൽ തന്നെയും അത് ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ ദൈവിക വാഗ്ദത്തത്തിന് ഒരു നിറവേറലുണ്ടായത്. അപ്പോൾ ആ ദൈവിക വാഗ്ദത്തം നിറവേറുന്നത് വരെ തൻ്റെ ജീവിതത്തിൽ കൂടി പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളിൽ കൂടി എല്ലാം കടന്നു പോയിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ദാവീദ്. അവൻ ജനിച്ചപ്പോഴേ ഒരു രാജാവായി ജനിച്ച ഒരു വ്യക്തിയല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി മാത്രമാണ് ജനന സമയത്ത് തന്നെ രാജാവായി പിറന്നവൻ എന്നുള്ള ഒരു സംബോധന നമ്മൾ യേശുവിനെ പറ്റി കാണുന്നത്. അങ്ങനെ ഒരു സംബോധന മനുഷ്യർക്കാർക്കുമില്ല, അത് യേശു ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ദാവീദും ജനിച്ചപ്പോഴേ രാജാവായി ജനിച്ച വ്യക്തിയല്ല, എന്നാൽ രാജാവായി വാഴുവാനുള്ള ഒരു നിയോഗം അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഈ സങ്കീർത്തനങ്ങളിൽ കൂടി നമുക്ക് ദാവീദ് രാജാവ് നമുക്ക് വരച്ചു കാട്ടുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ചില തരത്തിലുള്ള എതിർപ്പുകളോ വിരോധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം എന്നോട് കൂടെ ഇല്ല, ദൈവം എന്നെ തള്ളിക്കളഞ്ഞുവോ എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും പിടിമുറുക്കാറുണ്ട്. നമ്മളെല്ലാവരും അത്തരം ചിന്താഗതികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാമല്ലോ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ തള്ളിക്കളയുന്നില്ല. ദൈവം നമ്മളെ ശകാരിക്കുന്ന, ശിക്ഷിക്കുന്നൊന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറഞ്ഞിരിക്കുന്നു, യഹോവ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. പിന്നെ നമ്മൾ പിന്നെയും ദാവീദ് പറഞ്ഞിരിക്കുന്നു, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ജീവിതത്തിൽ സംഭവിക്കുന്ന, വിശ്വാസത്തിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പിടിമുറുക്കുന്ന സംശയങ്ങൾ, ആകുലതകൾ, അതൊക്കെയും കണ്ട് മാറിയിരിക്കുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ഈ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ കാണുന്നത്. നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി തക്ക സമയത്ത് മറുപടി അയക്കുവാൻ കഴിവുള്ള ഒരു വലിയൊരു ദൈവത്തെപ്പറ്റി നമ്മൾ ഈ സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങളെ, പാളിച്ചകളെ, വീഴ്ചകളെ എല്ലാം അതിനെ ഒരു വിജയമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവപുരുഷനായിരിക്കുന്ന ദാവീദ് നമുക്കറിയാമല്ലോ, തൻ്റെ ജീവിതത്തിൽ താൻ ഒരു ദൈവഭക്തനായിരുന്നിട്ട് കൂടി തന്നെയും തൻ്റെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. മാനുഷികമായിരിക്കുന്ന പാളിച്ചകൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാം, അതിന് സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് അത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ പല വിധത്തിലുള്ള പാളിച്ചകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്.
എന്നാൽ ആ പാളിച്ചകൾ സംഭവിച്ചു എന്നത് കണ്ട് നമ്മൾ ദൈവത്തെ വിട്ട് ഓടണമെന്ന്, നമ്മൾ ദൈവത്തെ വിട്ട് നമ്മൾ പിന്മാറണമെന്നൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ അനുദപിച്ച് നമ്മൾ മടങ്ങി വരികയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെ എത്ര വലിയ പാപമായിരുന്നാലും, എത്ര കണിചുവപ്പുള്ള പാപമായിരുന്നാലും അതിനെ ക്ഷമിച്ച് അതിനെ ശുദ്ധീകരിച്ച് നമ്മളെ വീണ്ടും യഥാസ്ഥാനത്താക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ ദാവീദ് നമുക്ക് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മാനുഷികമായിരിക്കുന്ന വികാരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന വൈകാരിക വിക്ഷോഭങ്ങളെല്ലാം അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അത് സങ്കടമായിരുന്നാലും, നിരാശയായിരുന്നാലും, അല്ലെങ്കിൽ കോപമോ അല്ലെങ്കിൽ മറ്റിതര ചിന്താഗതികളോ എന്തായിരുന്നാൽ തന്നെയും അതിനെല്ലാം അതിൻ്റെ അതേ മാനുഷികമായിരിക്കുന്ന ഭാവങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി വരച്ച് കാട്ടിയിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത്തരം വിചാരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എൻ്റെ പ്രശ്നങ്ങളിൽക്കൂടി ഞാൻ കടന്നു പോകുമ്പോൾ, ഞാൻ സഹായിക്കുമെന്ന് കരുതുന്ന ആളുകളൊക്കെ നമ്മളെ വിട്ട് മാറി നിൽക്കുമ്പോൾ, അതായത് നമ്മുടെ സ്വന്തക്കാരായിരിക്കാം, നമ്മുടെ സ്നേഹിതരായിരിക്കാം, നമ്മൾ മാനുഷികമായി നമ്മൾ ആശ വയ്ക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, എന്നാൽ മനുഷ്യൻ മാറി നിന്നാലും യഹോവ നമ്മളെ വിട്ട് മാറുന്നില്ല. ദാവീദ് പറഞ്ഞിരിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവമായ യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്നുള്ള വലിയൊരു നിശ്ചയം, വലിയൊരു ബോധ്യം നമുക്ക് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഈ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെപ്പറ്റി ചെറിയൊരു വീഡിയോ ചെയ്യുവാൻ ഞാൻ തുടർന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ കേൾവിക്കാരെല്ലാം ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നുള്ള, ഇതിൻ്റെ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കർത്താവ് ഒരു വ്യക്തിയെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ കർത്താവ് ഒരിക്കലും അവൻ്റെ മാനുഷികമായിരിക്കുന്ന കഴിവുകളോ യോഗ്യതകളോ ഒന്നും നോക്കിയിട്ടല്ല കർത്താവ് ഒരു വ്യക്തിയെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. എന്നാൽ അവരെ ശക്തീകരിക്കുവാൻ, വിളിച്ചവരെ യോഗ്യരാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള നിശ്ചയം നമുക്ക് എത്ര വലിയതാണ്. ദാവീദ് കേവലം ഒരു ഇടയനായി അവൻ തൻ്റെ ജീവിതം ആരംഭിച്ചെങ്കിൽ തന്നെയും ദാവീദിൻ്റെ അവസാനം ഒരു ഇസ്രായേലിൻ്റെ രാജപദവിയിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിൻ്റെ ഒരു മഹത് വ്യക്തിയായിട്ടാണ് ദാവീദിൻ്റെ അന്ത്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വീണ്ടും നമുക്കറിയാമല്ലോ, നമ്മുടെ തുടക്കം എത്ര ചെറുതായിരുന്നാൽ തന്നെയും ആ ചെറിയ തുടക്കങ്ങളെ വലിയ ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ നമ്മൾ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകളൊന്നും ഇല്ലെന്നല്ല നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഏത് തരത്തിലുള്ള പാളിച്ചകൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും അതിനൊക്കെയും അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി നമുക്ക് തരുന്ന ഒരു ദൈവത്തെ നമ്മൾ ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മാനുഷികമായിരിക്കുന്ന കഴിവുകൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ നമുക്കതിനെ അതിജീവിക്കാൻ സാധ്യമല്ല. നമുക്കൊരു ശക്തി നമുക്ക് ആവശ്യമുണ്ട്. ആ ശക്തി നൽകുന്നത് നമ്മുടെ ദൈവമായ യഹോവയാണ്. ആ ശക്തി ദൈവമായ കർത്താവ് എങ്ങനെയാണ് നമുക്ക് നൽകുന്നത്? തൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ദൈവം നമുക്ക് ശക്തി നൽകുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സൈന്യത്താലല്ല ശക്തിയിലുമല്ല മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനല്ലത്രേ സകലവും സാധിക്കുന്നത് എന്ന് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഈ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ നമ്മൾ തുടർന്നും 10 ഭാഗങ്ങളിലായിട്ട് നമ്മൾ ചിന്തിക്കും. നമ്മൾ ചെറിയൊരു ക്ലാസ്സായിട്ട് നമ്മൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിൻ്റെ ശ്രോതാക്കൾ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രോഗങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ പ്രയാസ പ്രതികൂലങ്ങളിലുമെല്ലാം നമ്മളെ കൈവിടാതെ നമ്മളെ നടത്തുന്ന ഒരു ദൈവത്തിൽ നമ്മൾ കൂടുതലായിട്ട് ആശ്രയം വയ്ക്കുവാൻ,
നമുക്ക് ഈ സങ്കീർത്തനങ്ങളിൽ കൂടി നമുക്ക് കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ഈ സമയത്ത് ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളെ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവ് അവരെ സൗഖ്യമാക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ വേണ്ടിയും കൂടിയാണ് എന്നുള്ളത് സത്യം നമ്മൾ ഈ വേദപുസ്തകത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മളതിനെ അംഗീകരിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് നിഷേധിക്കുവാൻ സാധ്യമല്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ പ്രസംഗിക്കുന്നതാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു എന്നുള്ള മഹത്തായ സന്ദേശം നമുക്ക് കർത്താവിൻ്റെ ഈ മാറ്റമില്ലാത്ത വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി സവിശേഷതകളുള്ള ഈ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെ പറ്റി തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.